ഇതിലെ കഥാപാത്രം വെച്ച് നോക്കുമ്പോഴേക്കും ദിലീപേട്ടന് എന്താ പറയാ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു കഥാപാത്രമായിരുന്നു. ശരിക്കും ഇതേപോലെ ഒരു കഥാപാത്രം കിട്ടാനാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഫ്രീഡായിട്ട് എന്ത് ഇല്ല, എന്റെ ഫ്രീഡത്തിന് ഇതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഇവര് കൺസീവ് ചെയ്ത സിനിമയാണ്. കഥാപാത്രത്തിന്റെ ഫ്രീഡം അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത്, ഇതിങ്ങനെ മതിയോ, ഇത് ഇത്രത്തോളം മതിയോ എന്ന് ഇവർ ഓക്കെ പറയുന്ന ആ രീതിക്ക് തന്നെ ഞാൻ പോയിട്ടുള്ളത്. മനസ്സിലായി? കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ്. ഇങ്ങനെ ഇതാണ് നമുക്ക് വെച്ചാൽ അതിപ്പോ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയാ ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ മീൻസ് ഒരു ഇതുമില്ലാണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതല്ല, ആ ഡയറക്ടർ എന്താ ആഗ്രഹിക്കുന്നു അത് കൊടുക്കും. നമ്മൾ ചിലപ്പോൾ ആർഗ്യുമെന്റിലെങ്കിലും പോകും, അല്ല അത് കുഴപ്പമാവണില്ലേ, അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ 1-2 തവണ പറയും. അത് കഴിഞ്ഞ് ലാലേട്ടൻ വിടും. ശരി, അദ്ദേഹത്തിന് അതാണ് ആവശ്യം, കൊടുത്തേക്കാം. നമ്മൾ പിന്നെ ആർഗ്യുന്നത് വാങ്ങിച്ച് നമുക്ക് ചോദിക്കാൻ നമ്മുടെ രീതിക്ക് ആക്കാൻ ശ്രമിക്കും. ആക്കാൻ രീതിക്കല്ല, നമ്മൾ പറഞ്ഞത് അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ വരും. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം. ഇവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് ശ്രീനിവാസൻ. ഈ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്തത്. വെച്ചാൽ ഇതിനകത്ത് ധ്യാൻ വിനീതുള്ള സീക്വൻസുകൾ കണ്ടതാണ്. നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിരിച്ചു കണ്ടത്. കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ്. എന്റെ വീട്ടിൽ എന്നെ എന്റെ അച്ഛനെയും പറയണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ അത് സ്ക്രീനിലാണ് കണ്ടത്. എനിക്ക് അപ്പൊ കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഞാനത് കണ്ടിട്ട് ധ്യാനോട് ചോദിച്ചത്, ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ധ്യാനിന്റെ അടുത്ത് പറഞ്ഞാൽ, ചേട്ടാ അത് വർഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായില്ലേ, അതോടെ അത് കഴിഞ്ഞ് ഞങ്ങള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആപ്പാത്തോട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അപ്പൊ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിനീത് ദേഷ്യമൊന്നുമല്ല. അപ്പൊ ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക. കാര്യം ഇതൊരു സ്പൂഫാണ്. ഇപ്പൊ വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം. കാരണം അത് വിനീതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനഞ്ജയ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ്. അപ്പൊ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിനകത്ത്. നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവര് സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് കഥ പറയുന്ന സമയത്തും ഇവരാരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല. അത് ഐ എം ഡാം ഷുവർ. പക്ഷെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി. കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിന്റെ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്ര അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി. ഇന്നതല്ല. ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ 2 ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്ന് അറിയാം. അത് പിന്നെ പോയി സെൻസറിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം, എന്നാലേ ക്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് സമയമെടുക്കും. പിന്നെ ഒരു മനഃപൂർവ്വം ആരെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. ഹലോ ഇവിടെ